നമസ്കാരം. കോൺഗ്രസ് തകരുകയാണ്. ഓരോ സമയം കഴിയുന്തോറും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നാഥനില്ലാ കളരിയായി മാറുകയാണ്. കോൺഗ്രസിന്റെ ഭരണം എന്ന് പറയുന്നത് ആ മൂന്ന് ത്രിമൂർത്തികളുടെ കയ്യിലാണ്. അതായത് സോണിയ, രാഹുൽ, പ്രിയങ്ക. പേരിന്റെ അപ്പുറത്തേക്ക് ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി ഗാന്ധി എന്നുകൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് മഹാത്മാഗാന്ധിയുമായി വലിയ ബന്ധമുണ്ട് എന്ന് കരുതരുത്. ഇവർക്ക് ഒരു ബന്ധവുമില്ല. ഒരു സിമ്പതിക്ക് വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം പേരിന്റെ അറ്റത്തേക്ക് ഗാന്ധി എന്ന ഒരു പേര് കൂടി ചേർത്തന്നേ ഉള്ളൂ. ആരെങ്കിലും കോൺഗ്രസിന്റെ സിസ്റ്റം ഒന്ന് മാറ്റണമെന്ന് കരുതിയാൽ അപ്പോൾ ആ നിമിഷം അവർ പാർട്ടിയിൽ നിന്നും പിടിച്ചു പുറത്താക്കാൻ നോക്കി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ KC വേണുഗോപാലിനെ പോലെയൊക്കെ ഉള്ളവർ. KC വേണുഗോപാൽ താൻ വലിയ രാഷ്ട്രീയത്തിന്റെ ചാണക്യനാണ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചാണക്യനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നുമല്ല. കോൺഗ്രസിന്റെ, അതായത് രാഷ്ട്രീയത്തിന്റെ ABCD പോലും അറിയാത്തൊരു വ്യക്തിയാണ് KC വേണുഗോപാൽ. KCയുടെ കണ്ണ് ഈ കുറുക്കൻ കോഴിക്കൂട്ടിലാവുന്നത് പോലെ KCയുടെ കണ്ണ് ദില്ലിയിൽ ഇരുന്നു കൊണ്ട് തിരുവനന്തപുരത്ത് എങ്ങനെ VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും സുധാകരനെയും ഒക്കെ മലർത്തി അടിച്ച് മുഖ്യമന്ത്രി കസേര നേടാം എന്ന ഗവേഷണത്തിലാണ്. വർഷങ്ങളോളമായി ഇവര് KC വേണുഗോപാൽ അടക്കം ഇങ്ങനെ ഗവേഷണം നടത്തുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിൽ നരേന്ദ്രമോദിയെ എങ്ങനെ വലിച്ചു താഴെയിടാം, എന്നിട്ട് ആ കസേരയിൽ കയറി എങ്ങനെ ഇരിക്കാം എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ഗവേഷണം. പ്രായം 55-60 വയസ്സൊക്കെ ആയി. അപ്പോൾ ഇനിയെങ്കിലും കിട്ടുമോ എന്നറിയാനാണ് ഇപ്പോൾ വോട്ടിന്, അതേപോലെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞുകൊണ്ട് വഴിനീളെ തെണ്ടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞുകൊണ്ട്, ഈ ഇലക്ഷൻ കമ്മീഷൻ ഫുൾ തട്ടിപ്പാണ്, ഉടായ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് ഒരു കെട്ട് സ്പൈറൽ ബെൻഡൊക്കെ ചെയ്ത് ഒരു കോപ്പി വെച്ചു കൊടുത്ത ഒരു PR ഏജൻസിയുടെ തലവൻ ഇപ്പോൾ ലേലു അല്ലു എനിക്ക് തെറ്റുപറ്റിയതാണ്, എനിക്ക് ഡേറ്റകളെല്ലാം കൂടെ നോക്കിയപ്പോൾ വിശകലനം ചെയ്തപ്പോൾ ഒരു തെറ്റുപറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പോട് മാപ്പ് ചോദിച്ചിട്ട് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇനി എവിടെയൊക്കെ സോറി എഴുതാനുണ്ടോ അദ്ദേഹം സോറി എഴുതിയതാണ്. എന്നിട്ടും രാഹുൽ ഗാന്ധി ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നടന്നു പോകുന്നത് ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ പണി വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഓരോ സംസ്ഥാനത്തിലെ പോലീസ് ഓഫീസർക്കുമാണ് ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് തലവേദന ഉണ്ടാവുന്നത്. കാരണം ഇങ്ങനെ എവിടെ കയറി ചെന്നാലും സുരക്ഷ ഒരുക്കണം. ഒരിക്കലെങ്കിൽ അവന്മാർക്ക് പണിയാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലായിടത്തും കുത്തഴിഞ്ഞ ഒരു ഭരണമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓരോ സംസ്ഥാനത്ത് നടക്കുന്നത്. ആകെ 2-3 സംസ്ഥാനത്ത് മാത്രമേ കോൺഗ്രസ് ഭരണം നടത്തുന്നുള്ളൂ. അവിടെയും ജനങ്ങൾക്ക് തലവേദനയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം കർണാടകയാണ്. കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് തലവേദനയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയെന്ന് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിന് ഇനി നോക്കേണ്ട കാര്യമില്ല എന്ന് ഇതോടുകൂടി തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരും ഒരു തീരുമാനം എഴുതി കുറിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കാര്യം എടുത്താലും എത്രയോ ഭയാനകമായ രീതിയിലാണ് കേരളത്തിൽ കോൺഗ്രസ് മാറി നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം നാണം കെട്ടൊരു ഏർപ്പാടാണ് പെണ്ണ് വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിലാണ് പെണ്ണ് വിഷയം പോലെ വന്നു നിൽക്കുന്നത്. കോൺഗ്രസിനാണെങ്കിൽ സാധാരണ ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഇത് മാധ്യമ സൃഷ്ടിയാണ്, ഇത് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, നമ്മൾ ഒരു നല്ല രീതിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളെ തകർക്കാൻ വേണ്ടി ഗൂഢശക്തി, ഗൂഢനീക്കം പിന്നിൽ നിന്ന് കുത്തുന്നു എന്നൊക്കെയാണെന്ന്. പക്ഷേ തെളിവുകളെല്ലാം ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരികയാണ്. ആദ്യമൊക്കെ ഇത് ഫേക്ക് ആണെന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പോൾ AI ആണ്, ഇപ്പോൾ എല്ലാം ഫോട്ടോസും ഒക്കെ AI വരുന്നുണ്ട്, ഓഡിയോ അടക്കം AI ആണ് എന്നൊക്കെ പറയാനൊന്നും പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AI വളർന്നിട്ടുണ്ട് എങ്കിലും അത്രത്തോളം ഒന്നും AI വളർന്നിട്ടില്ല. ഇപ്പോൾ ഒരു വീഡിയോയും ഫോട്ടോസും ഒക്കെ AI ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് AI ആണെന്ന് പറയാം. പക്ഷെ ഒരു ഓഡിയോ ഒന്നും AIയുടെ രൂപത്തിലേക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നത് വസ്തുതയാണ്. അപ്പോൾ പറന്ന് 1-2 അല്ല 6, 7, 8, 9 പരാതികളാണ് ഒരു യുവ നേതാവിനെതിരെ വരുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ PV അൻവറെ സോപ്പിടാൻ വേണ്ടി തലയിലോട്ട് മുണ്ടിട്ട് പോയ രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളാണ് എടുത്ത് പുറത്തേക്കിട്ടത്. അപ്പോൾ തന്നെ അന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം നാണം കെട്ടതാണ്. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എങ്ങനെയെങ്കിലും എടുത്ത് കളയാൻ വേണ്ടി നോക്കിക്കൊണ്ട് നിന്ന സമയത്താണ് ഒരു ബോംബ്, അതായത് കോൺഗ്രസിന് തന്നെ ഉഗ്രനൊരു മിസൈൽ കിട്ടിയത്. പക്ഷേ MLA സ്ഥാനം രാജിവെപ്പിച്ച് പുറത്താക്കി ഒരു ശുദ്ധി കളക്ഷൻ നടത്താമെന്ന് വിചാരിച്ചാലും ഇനിയൊരു MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് രാജിവെപ്പിച്ചാൽ വീണ്ടും പാലക്കാട് ഒരു MLA സ്ഥാനം വരും, ഒരു MLA ഉപതെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസിന് അവിടെ ജയിക്കാൻ പറ്റുക എന്നത് വളരെ പാടുപെടേണ്ടി വരും. അപ്പോൾ അത്
മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നല്ലപോലെ ഉപയോഗിക്കുമെന്നതുകൊണ്ടും കോൺഗ്രസിന് പാലക്കാട് പിന്നെ കിട്ടൂല എന്നുള്ളതൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കടിച്ചു പിടിച്ച് ഈ ഒരു വർഷം നിൽക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പോലും കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം KPCC അടക്കം ഒരു കാര്യം പറയും, VD സതീശൻ ഒന്ന് പറയും, രമേശ് ചെന്നിത്തല ഒന്ന് പറയും, ദില്ലിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി വേറൊരു അഭിപ്രായം പറയും, KC വേണുഗോപാൽ വേറൊരു അഭിപ്രായം പറയും, ദീപാദാസ് മുൻഷി വേറൊരു അഭിപ്രായം പറയും. അങ്ങനെ ഈ കോൺഗ്രസിലെ എല്ലാ കഥരട്ട നേതാക്കന്മാരും ഓരോ അഭിപ്രായം പറയുമ്പോൾ ഇതിൽ ഏത് അഭിപ്രായം എടുക്കണമെന്ന് കുലുക്കിട്ട് നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിനുവേണ്ടി ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൽ എന്ത് നടന്നാലും രാഹുൽ ഗാന്ധി ഉടനെ നേരെ ദീപാദാസ് മുൻഷിയെ വിളിക്കും, ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കി കൊടുക്കും, നേരെ കേരളത്തിൽ പോയി പ്രശ്നം സോൾവ് ചെയ്യാൻ പറയും. അതിലൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ KPCC ആസ്ഥാനത്ത് നാളെ ആരെങ്കിലും മുതിർന്ന നേതാക്കളെല്ലാം കൂടെ കസേര മാറി തമ്മിൽ തല്ലിയാലും അല്ലെങ്കിൽ ആരെങ്കിലും കൊങ്ങ കയറി പിടിച്ചാലും രാഹുൽ ഗാന്ധി ഒരു അക്ഷരം വേണ്ടത്തില്ല. ഈ ദീപാദാസ് മുൻഷിയോ KC വേണുഗോപാലിനെയോ ആരെങ്കിലുമൊക്കെ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടുത്തെ പ്രശ്നം ഒന്ന് തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയ താല്പര്യമില്ലേ എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. ഒരു 5 വർഷം അവിടെ കോൺഗ്രസ് ഭരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സംസ്ഥാനം കോൺഗ്രസ് മുക്ത സംസ്ഥാനമായി ജനങ്ങൾ തന്നെ പ്രഖ്യാപിക്കും. കാരണം ജനങ്ങൾ ഓരോ സംസ്ഥാനത്തു നിന്നും കോൺഗ്രസ് എന്ന ആ പ്രസ്ഥാനത്തെ തോൽപ്പിച്ചു വിടുകയാണ്. അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ദില്ലിയിൽ നമ്മൾ കണ്ടത്. ഒരൊറ്റ സീറ്റ് പോലും നേടാതെ കോൺഗ്രസ് അവിടെ തകർന്ന് അടിയുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. AICC അധ്യക്ഷൻ എന്ന നിലയിൽ പോലും മല്ലികാർജുന ഖാർഗെ ഒരു ബൊമ്മ മാത്രമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. രാഹുലും സോണിയയും പ്രിയങ്കയും ചരട് വലിക്കും. അവർ പറയുന്നത് പോലെ ഈ കീ കൊടുക്കുന്ന പാവയെ പോലെ മല്ലികാർജുന ഖാർഗെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിൽ കാണുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധി കാണിച്ചു കൂട്ടുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടട്ടിമറി നടത്തിയെന്ന് രാഹുലിന്റെ PR ടീമും ഒക്കെ ആദ്യം ആരോപിച്ചിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിലേക്ക് ഒരു തെളിവ് ഹാജരാക്കണമില്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം ഞാൻ നടപടിയെടുക്കുമെന്ന് ശക്തമായ ഓരോ നീക്കങ്ങളും നടത്തിയതോടെ ഇത് പണിയാവുമെന്ന് PR ടീമിലുള്ളവർക്ക് മനസ്സിലായതോടെ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ രംഗത്തെത്തി. അതിന്റെ മുതലാളിമാർക്ക് കേസുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ നടക്കുകയാണ്. എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും എന്നെ ബാധിക്കില്ല, ഞാനൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവാണ് അല്ലെങ്കിൽ അമരക്കാരനാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഈ ബീഹാർ യാത്രയൊക്കെ നടത്തി ഇങ്ങനെ പോവാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ചെവിക്ക് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പിടിപിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതും മറ്റൊരു കാര്യമാണ്. കാരണം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം ഈ ജനങ്ങളുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി കാണിക്കുന്നത് വെറും ഉഡായിപ്പാണ്, വെറും തട്ടിപ്പാണ്, ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാണിക്കുന്ന ഒരു വേലത്തരമാണ്. കാരണം ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിച്ചാൽ അവിടെ രാഹുൽ പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ മികച്ചതാണ് എന്ന് രാഹുൽ പറയും എന്ന് ജനങ്ങൾ തന്നെയാണ് പറയുന്നത്. ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് തോറ്റാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ മോശമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തട്ടിപ്പ് നടത്തിയെന്ന് രാഹുൽ ഗാന്ധി പറയുമെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്കറിയാം കോൺഗ്രസ് എന്താണ്, BJP എന്താണ്, രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം എന്താണെന്ന് നല്ല വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. കാരണം നിലവിൽ കോൺഗ്രസിന്റെ സംഘടനാ രൂപീകരണ പ്രചാരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശ്, ഒഡീസ, പഞ്ചാബ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ യോഗം ഇന്നലെ ദില്ലിയിൽ നടന്നിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ പരാജയമാണെന്ന സത്യം അവർ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. കാരണം ഈ ഒരു യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കോൺഗ്രസിന്റെ ഈ പ്രസ്ഥാനത്തെ പറ്റിയുള്ള ഒരു അവലോകനം നടത്തിയപ്പോൾ, അവരുടെ ടീം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ അവസാനം മനസ്സിലായത് കുത്തഴിഞ്ഞു നടക്കുന്ന ഒരു രീതിയിലേക്ക് എല്ലാം എവിടേക്കോ പോയി കിടക്കുന്നു, അവിയൽ പരുവത്തിൽ കിടക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും ഈ ഓരോ ജില്ലകളിലായിട്ട് DCC പ്രസിഡന്റുമാര് പിന്നെ ഓരോ നേതാക്കന്മാർക്ക് ഇപ്പോൾ ചുമതല കൊടുത്തിട്ടുണ്ട് എങ്കിലും, ഓരോ അധ്യക്ഷന്മാരുണ്ടെങ്കിലും അവരൊന്നും തന്നെ വലിയ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നില്ല എന്നത് ഇന്നലെയാണ് മനസ്സിലായത്. അപ്പോൾ ഇത് എല്ലാം കൂടെ വച്ചുകെട്ടി മതിയാക്കാൻ ഒരു തോന്നൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടാതെ അല്ലെങ്കിൽ ഒരിടത്തും മിണ്ടാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കിപ്പം ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനം നല്ല രീതിയിലാക്കണമെങ്കിൽ എപ്പോഴും അതിനെതിരെ ഒരു മീറ്റിംഗ് നടത്തും, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും മീറ്റിംഗ് നടത്തും. സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട്
ഭരിക്കുന്ന സർക്കാരിനെതിരെ ഓരോ കാര്യങ്ങളും ഇത് തെറ്റാണ് ഇങ്ങനെയല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുക. പക്ഷെ ഇതൊന്നും രാഹുൽ ഗാന്ധി ചെയ്യാതെ ഒരു വർഷം 12 മാസം ഉണ്ടെങ്കിൽ അതിലൊരു 8 മാസവും എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഒളിച്ചിരുന്നിട്ട് 2 മാസം ആകുമ്പോഴത്തേക്ക് പുറത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കി തിരിച്ചു പോകുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഇനി 50-55 വയസ്സാം കാലമായി ഇപ്പൊ ഇനി രാഷ്ട്ര പ്രസ്ഥാനവും ഇതൊന്നും വേണ്ട എന്നിട്ട് ഈ ജീവിതം ഇനി ആസ്വദിക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പട്ടായയിലൊക്കെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ രാഹുൽ ഗാന്ധി എന്നൊരു സംശയം സോഷ്യൽ മീഡിയയിലടക്കം ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.